ഇത് എൽ ഡി എഫിനകത്ത് പറയേണ്ട കാര്യമായിരുന്നു. എൽ ഡി എഫിനകത്ത് പറയേണ്ട കാര്യങ്ങൾ എൽ ഡി എഫിനകത്ത് പറഞ്ഞ് അവിടെ വെച്ച് പരിഹരിക്കേണ്ട വിഷയമാണിത്. ഇത് മാധ്യമങ്ങൾക്ക് എടുത്തിട്ട് കൊടുക്കുന്നതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇടതുപക്ഷ ഐക്യം തകർന്നു. PM ശ്രീക്കെതിരെ വലിയ നിലപാട് സ്വീകരിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അതിനുശേഷം ഇപ്പം എന്താ സംഭവിച്ചത്? UDF അധികാരത്തിൽ വന്നതോടുകൂടി UDF ആ PM ശ്രീ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു. ഈ ഒരു ചെറിയ വിഷയം, ഇതിനെ ചെറിയ വിഷയമായിട്ട് തന്നെ കണ്ടാൽ മതി. ഒരു പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ട് CPI ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കാൻ വേണ്ടിയിട്ട് കാനം രാജേന്ദ്രൻ എന്ന് പറയുന്ന സഖാവിൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു ബിനോയ് വിശ്വത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കണം എന്നുള്ളത്. ഇതൊക്കെ എന്ത് നിലപാടാണിത്? നമസ്കാരം. CPM CPI ഇപ്പോൾ ഒരു തർക്കം ഇപ്പോൾ പരസ്യമായൊരു പോരിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ പത്രസമ്മേളനം, അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ CPIക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അവർ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ ഞാനൊരു കത്ത് കൊടുക്കും, അതെന്തായാലും ഒരു CPM നേതാവിൻ്റെ പേരായിരിക്കുമെന്ന് പിണറായി പറഞ്ഞത് മാത്രമല്ല, പറഞ്ഞ രീതിയും കൂടി പ്രശ്നമാണെന്നാണ് ഇപ്പോൾ CPI പറയുന്നത്. തങ്ങളുടെ ആത്മാഭിമാനത്തെ അത് നല്ല രീതിയിൽ വ്രണപ്പെടുത്തുന്നു എന്ന രീതിയിൽ ഇപ്പോൾ CPIയുടെ കേന്ദ്ര നേതൃത്വം വിഷയത്തിൽ ഇടപെടാണ്. D രാജ MA ബേബിക്ക് കത്തയക്കും എന്നൊക്കെ പറയുന്നു. സർക്കാരിനെതിരെ, സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഇടതുപക്ഷം ഒന്നിച്ചു നിന്ന് പോരാടേണ്ട ഒരു സമയത്ത് അത്യാവശ്യം വിഷയങ്ങൾ രണ്ട് ഭാഗത്തും ഉന്നയിക്കാനിരിക്കെ ഇത്തരം ഒരു ഇടതുപക്ഷ ഐക്യം തകരുന്നു എന്ന രീതിയിലൊക്കെയാണ് ഇപ്പം മാധ്യമങ്ങളിലെ വാർത്തകൾ പോകുന്നത്. അപ്പോൾ ഇത്തരം ഒരു സമയത്ത് സർക്കാർ അല്ലെങ്കിൽ CPMനെ പ്രതിരോധത്തിലാക്കുന്ന CPI ആണോ, അല്ലെങ്കിൽ CPIയുടെ ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന CPM ആണോ കുറ്റക്കാരി? ശരിക്കും CPIയുടെ അവകാശവാദത്തെയൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഈ സമയത്ത് അവർ ഈ ഒരു പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ പിടിവാശിയെ നമ്മൾ NSS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായരുടെ പിടിവാശി മാതിരി കാണേണ്ടതുള്ളൂ. അത് അനവസരത്തിലുള്ളൊരു പിടിവാശിയാണത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരായിക്കൊള്ളട്ടെ, കേന്ദ്ര സർക്കാരായിക്കൊള്ളട്ടെ, ഇവരുടെ നയതീരുമാനങ്ങൾക്കെതിരെ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിച്ച് രംഗത്ത് വരേണ്ട, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ രംഗത്ത് വരേണ്ട ഇടതുപക്ഷത്തിന്, ആ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് CPI എന്ന് പറയുന്നത്. ആ CPI തന്നെ ഈ മുന്നണിക്കകത്ത് പ്രശ്നമുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇത് LDFനകത്ത് പറയേണ്ട കാര്യമായിരുന്നു. LDFനകത്ത് പറയേണ്ട കാര്യങ്ങൾ LDFനകത്ത് പറഞ്ഞ് അവിടെ വെച്ച് പരിഹരിക്കേണ്ട വിഷയമാണിത്. ഇത് മാധ്യമങ്ങൾക്ക് എടുത്തിട്ട് കൊടുക്കുന്നതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇടതുപക്ഷ ഐക്യം തകർന്നു. അണികളിലെ ഇപ്പോൾ ഒരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കേണ്ട സമയമാണിത്. വിവിധ വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ നടത്തി ഈ ഭരണം 10 വർഷത്തിന് ശേഷം ഈ ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്. അതിനിടയിലേക്കാണ് ഈ പറഞ്ഞ എല്ലാ മാധ്യമങ്ങളും ഇടതുപക്ഷത്തെ ഏത് രീതിയിൽ തകർക്കാം എന്നുള്ള വലിയ രീതിയിലുള്ള ആലോചനയിലാണ്. വലിയ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടക്കുന്നു. ഇതിനിടയിലാണ് CPI ഇതേമാതിരിയുള്ള പരസ്യ പ്രസ്താവനയുമായിട്ട് രംഗത്ത് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. PM ശ്രീക്കെതിരെ വലിയ നിലപാട് സ്വീകരിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അതിനുശേഷം ഇപ്പം എന്താ സംഭവിച്ചത്? UDF അധികാരത്തിൽ വന്നതോടുകൂടി UDF ആ PM ശ്രീ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു. LDFനകത്ത് പറഞ്ഞ് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ LDFുമായി കൂടിയാലോചിച്ച് CPMുമായിട്ട് കൂടിയാലോചിച്ച് തീർക്കേണ്ട പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് CPI ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് ഓരോ വിഷയം ഇട്ട് കൊടുക്കുന്നത്. ഈ CPIയെ സംബന്ധിച്ചിട്ട് സർക്കാർ മാറി വന്നതിന് ശേഷം CPI ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായൊരു അഭിപ്രായം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു സുഖിപ്പിക്കൽ ലൈനിൽ എടുത്തേക്കുന്നത്. ഇതിന് മുമ്പുള്ള CPIയുടെ നേതാക്കന്മാരും സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആളുകളൊക്കെ എടുത്തൊന്ന് പരിശോധിച്ച് നോക്ക്. അപ്പോൾ അവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകളും കാര്യങ്ങളും എങ്ങനെയായിരുന്നു എന്നെടുത്ത് പരിശോധിച്ച് നോക്ക്. ഇതിപ്പോൾ CPIക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CPIക്കകത്ത് കോൺഗ്രസിനകത്തുള്ളതിനേക്കാൾ വലിയ ഗ്രൂപ്പ് പോരാണ് ഇപ്പോൾ CPIക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മറച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പരസ്യ പ്രസ്താവനകൾ ആവശ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഡൽഹിയിൽ നടന്ന CJP സമരം. ഈ CJP സമരത്തിന് ഏറ്റവും വലിയ പിന്തുണയുമായിട്ട് മുൻപിൽ നിന്നത് ആരാണ്? ജോൺ ബ്രിട്ടാസും A റഹീമും അല്ലേ? അവർ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് ദേശീയ തലത്തിൽ തന്നെ പ്രസക്തിയുണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചില്ലേ? അങ്ങനെ കാര്യങ്ങളെ എത്തിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത്, CPMന് വളരെ ശക്തിയുള്ളൊരു സംസ്ഥാനത്ത് ഈ ഒരു പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള തർക്കം എന്ന് പറയുന്നത്. തങ്ങൾ ഇത്രയും കാലം നടത്തിയ അഡ്ജസ്റ്റ്മെന്റുകളാണ് അതിനൊരു കാരണമായിട്ട് CPI പറയുന്നത്. അല്ല, ഞാൻ ചോദിച്ചുകൊള്ളു, ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് അധികാരത്തെക്കാൾ കൂടുതലായിട്ട്
തങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും ഒരു പാർലമെൻ്ററി വ്യാമോഹത്തിലേക്ക് CPM-ഓ CPI-യോ പോകരുത് എന്ന നിലപാടുള്ള ആളുകളാണ് പല കമ്മ്യൂണിസ്റ്റുകളും. അങ്ങനെയാണ് ഞാൻ പല പുസ്തകങ്ങളിലും വായിച്ചു കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ വിഷയം, ഇതിനെ ചെറിയ വിഷയമായിട്ട് തന്നെ കണ്ടാൽ മതി. ഒരു പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ട് CPI ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഇതിനുവേണ്ടി D. രാജ ഡൽഹിയിൽ MA ബേബിയെ കാണാൻ വേണ്ടി പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഇന്നലെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത്? കാരണം ഒരു പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സ്പീക്കർക്ക് ഇപ്പോൾ ഒരു കത്ത് കൊടുക്കും. ആ കത്ത് കൊടുക്കുമ്പോൾ അതിൽ ആരാണ് ഉണ്ടായിരിക്കുക എന്നുള്ളൊരു ചോദ്യം വരുന്നു. CPM-കാരൻ തന്നെ ആയിരിക്കും. അതിനെന്താ മാറ്റം, അതിനെന്താ സംശയം എന്ന് പത്രക്കാരോട് എടുത്തു ചോദിക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ലെന്നേ. ഇടതുപക്ഷ ഐക്യത്തെക്കുറിച്ചാണ് ഇന്ന് ഇന്ത്യ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ CPM-ഉം CPI-യും തമ്മിലുള്ള ലയനത്തെക്കുറിച്ചാണ് ഇന്ന് ഇന്ത്യ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇതേപോലെയുള്ള പിന്തിരിപ്പൻ നിലപാടുകളുമായിട്ട് രംഗത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരുപക്ഷെ അധികാരത്തിൻ്റെ ആ ഒരു സോപാനത്തിലിരുന്ന് അതിൻ്റെ ആ ഒരു രുചി ഇങ്ങനെ നുകർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അധികാരം തങ്ങൾക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം ഒരുപക്ഷെ CPIക്ക് ഉണ്ടായിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പം ഈ പറഞ്ഞ UDF-ഉമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലയൻസ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളൊരു പരിശ്രമത്തിലേക്കാണോ CPI പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അധികാരമോഹം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന കുറേ CPI-കാരുണ്ട്. അതൊരു പ്രാവശ്യം ഇസ്മായിൽ സാഹിബുമായിട്ടുള്ള ഇൻ്റർവ്യൂവിനകത്ത് ഇത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, K. ഇസ്മായിൽ എന്ന് പറയുന്ന ആൾ CPIയുടെ ഏറ്റവും പ്രമുഖരായിട്ടുള്ളൊരു നേതാവായിരുന്നു. പട്ടാമ്പി പോലുള്ളൊരു പ്രദേശത്ത് CPIയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? CPI ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ? CPIയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതോടൊപ്പം തന്നെ ഈ CPIക്ക് അത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് കാനം രാജേന്ദ്രൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രാജ്യസഭയിലേക്കുള്ള സീറ്റ് നൽകി നടക്കണം. അതിനുശേഷം പിന്നെയുണ്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കാൻ വേണ്ടിയിട്ട് കാനം രാജേന്ദ്രൻ എന്ന് പറയുന്ന സഖാവിൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു ബിനോയ് വിശ്വത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കണം എന്നുള്ളത്. ഇതൊക്കെ എന്ത് നിലപാടാണിത്? ഇതൊക്കെ ആളുകളോട് പറയാൻ സാധിക്കുന്ന നിലപാടാണത്. അപ്പോൾ അതേ രീതിയിലുള്ള സമാനമായിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പോൾ CPI എടുത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ട് തമ്മിൽ തല്ലുന്ന രീതി, അല്ലെങ്കിൽ ആ മുന്നണിക്കകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് ഇവിടുത്തെ ബൂർഷ്വാ മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടാവും. വലിയ വലിയ വിഷയങ്ങളാണ് കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ വരാൻ വേണ്ടി പോകുന്നത്. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന പോലും പൊളിച്ചെഴുതപ്പെടും എന്നുള്ള സാഹചര്യത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഐക്യമാണ് വേണ്ടത്, ഭിന്നിപ്പല്ല. ഭിന്നിച്ച് ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ശ്രമം നടത്തും. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ ഐക്യത്തിൽ അടിയുറച്ച് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. ഈ CPM CPI തലത്തിൽ നടക്കുന്ന ഈ പ്രശ്നം അവരെ തന്നെ വിദ്യാർത്ഥി സംഘടനകളിലേക്കും മറ്റ് പോഷക സംഘടനകളിലേക്കും, ഇവർക്കൊക്കെ രണ്ടുപേർക്കും തൊഴിലാളി സംഘടനകളുണ്ട്, അതിലേക്കൊക്കെ പടർന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പോരാട്ടങ്ങളെയും ബാധിക്കില്ല. ഈ CPM-ഉം CPI-യും തമ്മിൽ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറവൂരൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ CPI-യും CPM-ഉം തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഈ CPM സ്ഥാനാർത്ഥികൾ മത്സരിച്ച പല സ്ഥലങ്ങളിലും CPI വോട്ട് ചെയ്തിട്ടില്ല. CPI സ്ഥാനാർത്ഥികൾ മത്സരിച്ച പല സ്ഥലത്തും CPM-കാർ വോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് കാരണമാണ്. പറവൂരൊക്കെ പല ആളുകളും CPM-ൽ നിന്ന് രാജിവെച്ച് CPI-യിൽ ചേരുന്നു, CPI-യിൽ നിന്ന് രാജിവെച്ച് CPM-ൽ ചേരുന്നു. ഇങ്ങനെയുള്ള പല നാടകങ്ങളും പല സ്ഥലങ്ങളിലും നടക്കും. പിന്നെ ബേസ് വോട്ടുള്ള ഒരു പാർട്ടിയൊന്നും അല്ല CPI എന്ന് പറയുന്നത്. ഈ ഇടുക്കി പോലുള്ള ചില പ്രദേശങ്ങളിലൊക്കെ CPIക്ക് സ്വാധീനമുണ്ട് എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ പത്തനംതിട്ട പോലെയുള്ള ചില ജില്ലകളിൽ CPIക്ക് സ്വാധീനമുണ്ട് എന്നതിനപ്പുറത്തേക്ക് CPM-നെ പോലെ ബ്രാഞ്ച് കമ്മിറ്റികളോ ലോക്കൽ കമ്മിറ്റികളോ ഏരിയ കമ്മിറ്റികളോ ജില്ലാ കമ്മിറ്റികളോ ഉള്ള ഒരു പാർട്ടിയൊന്നും അല്ല CPI എന്ന് പറയുന്നത്. ഒരു പാർട്ടിയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിനകത്ത് സംശയമൊന്നും വേണ്ട. രണ്ടാമത്തെ ഈ കേരള കോൺഗ്രസ് എമ്മും CPI തമ്മിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CPIയുടെ രണ്ടാം സ്ഥാനം അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPI കുറച്ചുകൂടി രാഷ്ട്രീയ പക്വത കാണിക്കേണ്ടതുണ്ട്. ആ രാഷ്ട്രീയ പക്വത കാണിക്കാത്ത പക്ഷം ഇന്ത്യൻ ജനാധിപത്യം തന്നെ അപകടത്തിൽ നിൽക്കുന്ന സമയമാണ്. വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് ഇടതുപക്ഷത്തിന് സാധിക്കും. ആ ഒരു സമയത്ത് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പാർലമെൻ്ററി വ്യാമോഹവുമായി വന്നിട്ട് ഇങ്ങനെ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഇടതുപക്ഷത്തിന് നല്ലതിനല്ല, പ്രത്യേകിച്ച് CPIക്ക് നല്ലതിനല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.